നമസ്കാരം. സിനിമാ നിർമ്മാണ രംഗത്തും സാന്നിധ്യമറിയിച്ച വ്യവസായിയാണ് സി.ജെ. റോയ്. ഇദ്ദേഹം നിർമ്മാണത്തിൽ പങ്കാളിയായ അനോമി എന്ന സിനിമ റിലീസ് ചെയ്യാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. നേരത്തെ ഈ സിനിമയുടെ റിലീസിനായി തീരുമാനിച്ചിരുന്ന ദിവസമാണ് സി.ജെ. റോയ് ജീവനൊടുക്കിയത്. അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നാണ് ആ ചിത്രത്തിന്റെ പൂർണ്ണമായ പേര്. ഈ സിനിമയുടെ പേരിലും മരണമെന്ന വാചകമുള്ളത് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടിയിരുന്നു. കരിയറിൽ കുറച്ച് സിനിമകൾ മാത്രമേ അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളൂ. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ സി.ജെ. റോയിയുടെ കമ്പനിയിൽ നടൻ മോഹൻലാലിന് നിക്ഷേപമുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതിനെതിരെ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും കുടുംബ സുഹൃത്തുക്കളാണെന്നും പുറത്തുള്ള ഒരാളുടെ നിക്ഷേപം കമ്പനിയിലില്ല എന്നും വ്യക്തമാക്കി കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ് രംഗത്ത് വന്നു. മോഹൻലാലിന് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത്. പാവം മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞുകൂടി കാണില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു സിനിമാക്കാരും പുറത്തുനിന്ന് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയായിരുന്ന സി.ജെ. റോയിയുമായുള്ള ബന്ധം കാസിനോവ സിനിമ വഴിയാണ്. നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാണ് അവർ. അത്ര ബോണ്ടിങ്ങാണ് അവരുമായിട്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ ഓരോ സിനിമ റിലീസ് ആകുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡിടുന്നുണ്ട്. ഡോക്ടർ റോയ് എന്നൊക്കെ പറഞ്ഞുള്ള കാർഡുകളാണവ. ഇതെല്ലാം സൗഹൃദത്തിന്റെ പുറത്ത് പണം വാങ്ങാതെ ചെയ്യുന്നതാണ്. അല്ലാതെ ഇവരാരും നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഒരാളെയും ഇൻവെസ്റ്റ്മെന്റിന് കമ്പനി എടുക്കില്ല. ഇതെല്ലാം കള്ളപ്രചാരണങ്ങളാണ്. പാവം മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞുപോലും കാണില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയും മലയാളി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ സി.ജെ. റോയ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജീവനൊടുക്കിയത്. അശോക് നഗറിലുള്ള കമ്പനി ആസ്ഥാനത്ത് ആദായ നികുതി റെയ്ഡിനിടെയാണ് അദ്ദേഹം മരിച്ചത്. കൈവശമുണ്ടായിരുന്ന സ്വന്തം തോക്കുപയോഗിച്ച് റോയ് വെടിയുതിർക്കുകയായിരുന്നു. സി.ജെ. റോയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. സൗഹൃദത്തിനും അപ്പുറമുള്ള ബന്ധമായിരുന്നു തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ സൗഹൃദത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ചില കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സുനിൽ പരമേശ്വരൻ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു, സ്വാമി മോഹൻലാൽ കുത്തുപാള എടുക്കുകയില്ലേ എന്ന്. യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം. ഇയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ, അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന്. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു. മോഹൻലാലിന്റെ പണം മുഴുവൻ മരിച്ച സി.ജെ. റോയിയുടെ കയ്യിലായിരുന്നു വന്ന. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ ചോദിച്ചു. മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം. റോയിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും. അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അതുപോലെ 1000 റോയിമാർ വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുപാള എടുക്കില്ല. ആന്റണി പെരുമ്പാവൂർ വരുന്നതിന് മുൻപുള്ള ഒരു നല്ല പീരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട്. അതിനു മുകളിൽ തലയണ വെച്ച് കിടക്കാമെന്ന് തമാശ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയിട്ടില്ലല്ലോ. അതേസമയം ദിലീപ് എന്ന് പറയുന്ന നടൻ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു. ദിനേശ് പണിക്കർ ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടില്ലേ? മോഹൻലാൽ അതിന് പോയില്ലല്ലോ. മോഹൻലാലിന്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല, ആ മനസ്സിന്റെ ആസ്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ലോകത്തിന്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുമ്പിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാൽ. സിനിമയൊക്കെ എന്നോ മടുത്തുപോയ ആളാണ് മോഹൻലാൽ. ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ചു പിന്നെ സംവിധായകന്റെ ദൃശ്യങ്ങൾക്ക് അനുസരിച്ച് അഭിനയിച്ചു. ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും ഒന്നും അദ്ദേഹത്തിന്റെ കാര്യമല്ല. കാരണം അദ്ദേഹം ഭംഗിയായി 100% ചെയ്തുപോയി. രാവിലെ 4 മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേ ദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംവിധായകൻ P. ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് 5 മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മോഹൻലാൽ 5 മണിക്ക് ഇവിടെ കാണും. അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങും എന്ന്. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും, മേക്കപ്പ് ചെയ്യും. പക്ഷെ ക്യാമറയുടെ മുൻപിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും. ആരൊക്കെ ഇതൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് മനസ്സ് തകരില്ല എന്നാണ് സുനിൽ പരമേശ്വരൻ പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.